കേരളത്തെ ഞെട്ടിച്ച കൊല്ലം അഞ്ചലിലെ ഉത്ര വധക്കേസ് വെള്ളിത്തിരയിലെത്തുന്നു. രാജകുമാരി എന്ന പേരിട്ട ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ നടി മഞ്ജു വാര്യർ പുറത്തിറക്കി. നവാഗതനായ ഉണ്ണിദാസ് കൂടത്തിൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം നല്ല സിനിമ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഫറാസ് മുഹമ്മദ്, ഫഹദ് സിദ്ദീഖ്, ഫയാസ് മുഹമ്മദ് എന്നിവ ചേർന്നാണ് നിർമ്മിക്കുന്നത്. അഷ്ന റഷീദാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. സിനിമയിൽ നിന്നും അകന്നുപോകുന്ന സ്ത്രീ പ്രമേയത്തിന് പ്രാധാന്യം നൽകുന്നതാണ് ഈ ചിത്രമെന്ന് അണിയറക്കാർ പറയുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ സ്ത്രീ പിന്തുണയുള്ള മഞ്ജു വാര്യരുടെ സാന്നിധ്യം ഏറെ പ്രാധാന്യമർഹിക്കും. വലിയ സ്വപ്നങ്ങളുമായി വിവാഹിതയായി പുതിയൊരു തറവാട്ടിലേക്ക് കടന്നുവരുന്ന ജാനകി എന്ന പെൺകുട്ടിയാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം. ജോസഫ് എന്ന സിനിമയിലൂടെ ശ്രദ്ധേയയായ ആത്മീയ എന്ന താരമാണ് നായിക കഥാപാത്രമായ ജാനകിയെ അവതരിപ്പിക്കുന്നത്. പുതുമുഖം ഫഹദ് സിദ്ദീഖാണ് ഈ സിനിമയിലെ നായകൻ. 5 വർഷങ്ങൾക്ക് മുൻപ് 2020 കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ ഉത്ര എന്ന യുവതി പാമ്പുകടിയേറ്റ് മരിക്കുന്നത്. 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകന്റെ അമ്മ കൂടിയായിരുന്നു ഉത്ര. കേരള പോലീസിന്റെ ചരിത്രത്തിലെ തന്നെ അത്യപൂർവമായ അന്വേഷണമാണ് അന്ന് ഈ കേസിൽ നടന്നത്. അന്ന് ഉത്രയുടെ കൊലപാതകം ഒരു സ്വാഭാവിക മരണമാക്കി മാറ്റാൻ ഭർത്താവായ സൂരജ് ആവർത്തിച്ച് പറഞ്ഞ നുണകളാണ് പോലീസിൽ സംശയം ജനിപ്പിച്ചത്. തുടർച്ചയായുള്ള പാമ്പുകടിയിൽ സംശയം തോന്നിയ മാതാപിതാക്കൾ നൽകിയ പരാതിയോടെയാണ് അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതക കഥ പുറം ലോകം അറിയാൻ ഇടയായത്. ഉത്രയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി 3 മാസമായി സൂരജ് ആസൂത്രണം നടത്തുന്നുണ്ടായിരുന്നു. ഭാര്യയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു സുഹൃത്തിൽ നിന്നും പാമ്പിനെ വാങ്ങിയത്. മെയ് 7 രാവിലെയാണ് ഉത്രയെ വീട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലേദിവസം വൈകിട്ട് കുപ്പിയിലാക്കി കൊണ്ടുവന്ന പാമ്പിനെ രാത്രി ഉത്രയുടെ ദേഹത്തേക്ക് സൂരജ് ഇടുകയായിരുന്നു. പാമ്പ് 2 പ്രാവശ്യം ഉത്രയെ കൊത്തുന്നത് സൂരജ് സമീപത്ത് തന്നെ കണ്ടു നിൽക്കുകയായിരുന്നു. പിന്നീട് പാമ്പിനെ തിരികെ കുപ്പിയിലാക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. പാമ്പ് അവിടെയുള്ളൊരു അലമാരയ്ക്ക് താഴെ ഒളിക്കുകയായിരുന്നു. പുലർച്ചെ 2-നാണ് സംഭവം. ഉത്രയുടെ മരണം ഉറപ്പിക്കുന്നവരെ മുറിയിൽ ഉറങ്ങാതെ നോക്കി ഇരുന്നുവെന്ന് അന്വേഷണ സംഘത്തോട് സൂരജ് ഏറ്റുപറയുകയും ചെയ്തിരുന്നു. ഉത്രയെ കൊല്ലാൻ പദ്ധതിയിട്ട സൂരജ് കൊല്ലം കല്ലുവാതുക്കലിലെ പാമ്പ് പിടുത്തക്കാരൻ സുരേഷുമായി പരിചയത്തിലായി. ആദ്യം ഫെബ്രുവരി 26 ഒരു അണലിയെ വാങ്ങി. മാർച്ച് 2 അതിനെ കൊണ്ട് കൊത്തിച്ചെങ്കിലും ചികിത്സയിലൂടെ ഉത്രയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടി. പിന്നീട് നടത്തിയ ശ്രമത്തിലാണ് ഉത്ര കൊല്ലപ്പെടുന്നത്. സുരേഷിന്റെ വീട്ടിൽ നിന്ന് ഒരു മൂർഖൻ പാമ്പിനെ കൂടി പോലീസ് കണ്ടെടുത്തിരുന്നു. സൂരജിനെ മരിച്ച ഉത്രയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. മൂർഖൻ പാമ്പിനെ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ജാർ സമീപത്തെ പറമ്പിൽ നിന്നാണ് കണ്ടെടുത്തത്. സൂരജ് തന്നെയാണ് പാമ്പിനെ കൊണ്ടുവന്ന ആ ജാർ പോലീസിന് കാണിച്ചു കൊടുത്തത്. പോലീസിനോട് കുറ്റം ഏറ്റുപറഞ്ഞ സൂരജ് പക്ഷേ വീട്ടിലെത്തിയപ്പോൾ താൻ നിരപരാധിയാണെന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുമാണ് ഉത്രയുടെ അച്ഛനോട് പറഞ്ഞത്. കേരള പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ അത്യപൂർവമായ അഞ്ചൽ ഉത്ര വധക്കേസിൽ പ്രതി ഭർത്താവ് സൂരജിന് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചത്. ആദ്യം 10 വർഷവും പിന്നീട് 7 വർഷവും തടവിന് ശേഷമാണ് പ്രതി ഇരട്ട ജീവപര്യന്തം തടവ് അനുഭവിക്കേണ്ടതെന്ന് കോടതി എടുത്തു പറയുകയും ചെയ്തു. 5 ലക്ഷം രൂപ പിഴയും അടക്കണം. സൂരജ് ഇപ്പോൾ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്.